ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ പ്രമേയുഗം എന്ന സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നത്. ആ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നതിന് പിന്നാലെ നമ്മുടെ ചാനൽ കമന്റ് ബോക്സിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലാണെങ്കിലും കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞൊരു ചോദ്യമായിരുന്നു, മമ്മൂട്ടിയുടെ പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയായിരുന്നിട്ടും ഒരു വർഷത്തിന് ശേഷമാണോ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റുപോയത് എന്ന്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മമ്മൂട്ടിയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇനിയും വിറ്റഴിക്കപ്പെടാത്ത മറ്റ് നിരവധി സിനിമകളെ കുറിച്ചാണ്. 2022 മുതൽ 2025 വരെയുള്ള കാലയളവാണല്ലോ മമ്മൂട്ടിയുടെ പീക്ക് ടൈമായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ ഈ കാലയളവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഭൂരിഭാഗം മമ്മൂട്ടി സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഇനിയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇന്നത്തെ കാലത്ത് ആരാണ് TV കാണുന്നത് എന്നൊരു ചോദ്യം മറുചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും മറ്റൊരുപാട് സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ വേഗത്തിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. മാത്രവുമല്ല, ഇന്നും മലയാള സിനിമയ്ക്ക് OTT ഡീൽ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മികച്ച ബിസിനസ് നടക്കുന്ന മേഖല തന്നെയാണ് സാറ്റലൈറ്റ് ബിസിനസ് എന്ന് പ്രത്യേകം പറയട്ടെ. എന്തായാലും പ്രമേയുഗം നിലവിൽ ഏഷ്യാനെറ്റ് സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോകാത്ത മറ്റ് സിനിമകളിലേക്ക് വരികയാണെങ്കിൽ മമ്മൂട്ടിയുടെ ആദ്യത്തെയും അവസാനത്തെയും ഡയറക്റ്റ് OTT മലയാളം സിനിമയാണല്ലോ പുഴു. OTT റിലീസിന് ശേഷം അന്ന് വൻ പോസിറ്റീവ് അഭിപ്രായമെല്ലാം തന്നെ സിനിമ നേടിയെടുത്തതാണ്. എന്നാൽ ഇനിയും സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം ഒരു TV ചാനൽ സ്വന്തമാക്കി ഉറപ്പിക്കാനായിട്ടില്ല. നേരത്തെ ഒരു സമയത്ത് സി കേരളത്തിൽ സിനിമയുടെ പ്രൊമോ വീഡിയോ എല്ലാം തന്നെ വന്നതാണ്. എന്നാൽ ഇതുവരെ സിനിമ ടെലിവിഷൻ പ്രീമിയർ ചെയ്തിട്ടില്ല. മമ്മൂട്ടിയുടെ മറ്റൊരു പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ വൻ പ്രശംസയെല്ലാം തന്നെ നേടിയെടുത്ത അവാർഡ് സിനിമയാണല്ലോ നൻപകൽ നേരത്ത് മയക്കം. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ഈ സിനിമയുടെയും ടെലിവിഷൻ പ്രീമിയർ റൈറ്റ്സ് ഇനിയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ആദ്യത്തെ മലയാളം സിനിമ കൂടിയായിരുന്നു നൻപകൽ നേരത്ത് മയക്കം. മമ്മൂട്ടിയുടെ തന്നെ പ്രൊഡക്ഷൻ ഹൗസിന്റെ മറ്റൊരു മലയാളം സിനിമയായിരുന്നല്ലോ കാതൽ. തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത സമയത്ത് വൻ പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ മറ്റൊരു മമ്മൂട്ടി സിനിമയായിരുന്നു കാതൽ എങ്കിൽ പോലും ഈ സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങളും ഇനിയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല. ഒരു ഫാമിലി പടമായിട്ടും എന്തുകൊണ്ട് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശം ഇനിയും വിറ്റഴിക്കപ്പെടുന്നില്ല എന്നത് ചോദ്യചിഹ്നം തന്നെയാണ്. LGBT കണ്ടന്റ് കാരണമാണ് എന്നൊക്കെ പലരും പറയുമെങ്കിൽ പോലും അതേ LGBT കണ്ടന്റുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ അതും ഇന്റിമേറ്റ് രംഗങ്ങളുള്ള ലാലേട്ടന്റെ മോൺസ്റ്റർ എല്ലാം തന്നെ ഏഷ്യാനെറ്റിൽ പലതവണ സംപ്രേഷണം ചെയ്തതാണ് എന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ 2 അന്യഭാഷാ സിനിമകളിലും മമ്മൂട്ടി അഭിനയിച്ചിരുന്നല്ലോ. അതിൽ ഏജന്റ് എന്ന സിനിമ ഇന്ന് OTT സ്ട്രീം ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ടെലിവിഷൻ റൈറ്റ്സും മലയാളത്തിൽ ഇനിയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല. അതേസമയം പലതവണ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത യാത്ര എന്ന സിനിമയുടെ 2ാം ഭാഗമായ യാത്ര 2വിന്റെ മലയാളം റൈറ്റ്സും ആരും സ്വന്തമാക്കിയിട്ടില്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. അതേസമയം ഏറ്റവും പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി സിനിമയാണല്ലോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. സിനിമയുടെയും സാറ്റലൈറ്റ് അവകാശങ്ങൾ നിലവിൽ ആരും സ്വന്തമാക്കിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പീക്ക് ടൈമിൽ പോലും മമ്മൂട്ടി സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റഴിക്കപ്പെടുന്നില്ല. അത് മമ്മൂട്ടിയുടെ സ്റ്റാർഡം ഒരിക്കൽ കൂടി ഏത് ലെവലാണ് എന്ന് വ്യക്തമാക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്ക്.